ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു വെയിറ്റ് ലോസ് ജേണി തുടങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. 10 ദിവസത്തെ വെയിറ്റ് ലോസ് ജേണിയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ രാവിലെ എണീറ്റ് വെറും വയറ്റിൽ നമുക്ക് എന്താക്കാം, വെയിറ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെയിറ്റിംഗ് മെഷീനിൽ കയറി നിൽക്കുമ്പോൾ ഒന്ന് 0 ആക്കിയതിന് ശേഷം കയറി നിൽക്കാൻ വേണ്ടി നോക്കുക. ഞാൻ 93,200 ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതി വെക്കുക, ഒരു ബുക്ക് എടുത്തിട്ട് 93,200 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ രാവിലെ തന്നെ ഞാൻ എണീറ്റതും 2 ടീസ്പൂൺ അളവിൽ ചിയാ സീഡ് എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു ചിയാ സീഡ് കുടിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. ഇപ്പോൾ 10 ദിവസത്തെ ഞാൻ എന്തെല്ലാം കഴിക്കുന്നതെന്നുള്ള എൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 108 കിലോ ഉള്ള ആളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇതേപോലെ വെയിറ്റ് കുറച്ചെടുത്തതാണ് കേട്ടോ. 93 എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും എനിക്ക് കുറക്കണം. അപ്പം നമ്മൾ ഏകദേശം ഒരു 9 മണിയാകുന്ന സമയത്ത് ഞാനിതാ 3 റോബസ്റ്റ പഴവും വെള്ളവും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 2 റോബസ്റ്റ പഴം വലുതാണെങ്കിൽ 2 മതിയാകും. അപ്പോൾ ഞാൻ ചെറുതായതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. പിന്നെ ലഞ്ചിന് ഏകദേശം 1:30 മണിയായപ്പോൾ ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചെറുപയറാണ് എടുത്തത് കേട്ടോ. ചെറുപയർ തേങ്ങ ചിരവിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് തേങ്ങ ചിരവിട്ടു. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വേവിച്ച് വറവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രോട്ടീനായിട്ട് ചെറുപയർ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ വെജിറ്റബിൾ കുറച്ച് കഴിക്കണം. അതിന് ഞാൻ ക്യാരറ്റ്, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ക്യാരറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എന്താണെങ്കിലും നിങ്ങളിങ്ങനെ കഴിക്കാൻ നോക്കണം കേട്ടോ. എന്തായാലും നിർബന്ധമാണ് പ്രോട്ടീനും അതുപോലെ തന്നെ വെജിറ്റബിളും ഒക്കെ കഴിക്കുന്നത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് എക്സസൈസും കാര്യങ്ങളും ചെയ്യണം. ഏകദേശം ഒരു 20 മിനിറ്റോളം എന്തായാലും പറ്റുന്ന എക്സസൈസ്, ഒരുപാടല്ല, പറ്റുന്ന എക്സസൈസ് ചെയ്യാൻ നോക്കുക. അതുകൊണ്ട് നമ്മൾ കാർബും കഴിക്കണം കേട്ടോ. കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിക്കണം. ലോ കാർബോഹൈഡ്രേറ്റ് എടുത്താൽ മതി, ചോറൊന്നും എടുക്കണ്ട. അപ്പോൾ അതെങ്ങനെയെന്നുള്ള ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. നമ്മളെ വീട്ടിൽ നമ്മൾ എന്തെല്ലാം നമ്മളെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു അതും തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇനി വരും ദിവസങ്ങളിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ഉപകാരപ്പെടും എന്നുള്ള തീർച്ചയാണ് കേട്ടോ. എൻ്റെ പോലുള്ള വീട്ടമ്മമാർക്ക് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വെയിറ്റ് കുറക്കാം. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാനും കൂടെ നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു റോബസ്റ്റ പഴം കൂടെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉച്ചക്ക് കഴിക്കുന്നത് കേട്ടോ. ഉച്ചക്ക് നമുക്കിത് കഴിച്ചാൽ തന്നെ വയറ് നന്നായിട്ട് നിറയും. പിന്നെ ഒരു 5 മണി 6 മണിയാകാതെ നമുക്ക് വിശക്കൂല കേട്ടോ. ഏകദേശം ഒരു 7 മണിയാകുമ്പോഴത്തേനും നമ്മൾ ഫുഡൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുകയും വേണം. അങ്ങനെ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയ സമയത്ത് ഞാൻ ഈവനിങ് സ്നാക്കായിട്ട് മക്കൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് പ്ലാവില വെച്ചിട്ട് ഇതേപോലെ ഞാൻ ഒരു അട ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഇടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വേറെ ചാനലുണ്ട്, വയനാടൻ ഫാമിലി എന്നാണ് ചാനലിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ വ്ളോഗായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വ്ളോഗിൽ ഞാൻ ഈ റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അപ്പോൾ ടൈമുണ്ട്, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ റെസിപ്പികളൊക്കെ അതിൽ വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ കുട്ടികൾക്ക് ശർക്കരയും തേങ്ങയും വെച്ച് ഉണ്ടാക്കിയിരുന്നു. എന്തായാലും ശർക്കരയും പഞ്ചസാരയൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഈ ഒരു ഡയറ്റിൽ. അതുകൊണ്ട് തന്നെ തേങ്ങ കുറച്ച് മാറ്റി വെച്ചിട്ട് റോബസ്റ്റ പഴം അതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമ്മളെ അടേൻ്റെ ഒരു സംഭവമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒന്ന് മാത്രമേ കഴിക്കുന്നുള്ളൂ. കാരണം ഈവനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് എടുക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ അത്യാവശ്യം 2 3 ഒക്കെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈവനിങ് അല്ലേ, ഇപ്പോൾ നമുക്ക് എന്തായാലും എന്താക്കാം, കുറച്ച് മതി, ഒന്ന് മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ അങ്ങ് നിറച്ച് കൊടുത്തിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ പഞ്ചസാരയൊന്നും ഉൾപ്പെടുന്നില്ല. പിന്നെ റോബസ്റ്റ പഴത്തിൻ്റെ മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് വീട്ടിൽ തയ്യാറാക്കുന്ന ബിരിയാണി വരെ നമുക്ക് നമ്മളെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് ബിരിയാണി വരെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഓവർ കലോറി കാര്യങ്ങളൊന്നും വരാതെ. അപ്പോൾ നമ്മളെ വെയിറ്റ് ലോസ് ജേണീനെ ബാധിക്കാത്ത തരത്തിൽ നമുക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോസൊക്കെ കാണാൻ നോക്കട്ടെ. അത് ഡേ 1 ആണ്, 10 ദിവസത്തെ ചലഞ്ചാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര കിലോ കുറക്കുക എന്നൊന്നും ഞാൻ പറയില്ല, അത് നമുക്ക് എത്ര കുറയും എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മളട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചായ കുടിക്കില്ല. ചായ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, കുടിക്കുന്നതിന് കുഴപ്പമില്ല, മധുരം ഇടാതെ കുടിക്കാത്തത് കൊണ്ടാണ് വെള്ളമാണ് കുടിച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ പെട്ടെന്ന് വരാം. താങ്ക് യു.